ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് ഒരു സ്പെഷ്യൽ ചിക്കൻ അവോക്കാഡോ സാൻഡ്വിച്ചാണ്. അതെൻ്റെ കെട്ടിൻ്റെ വക സ്പെഷ്യൽ ആയിട്ടാണ്. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ട് കഴുകി അത് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ചേർക്കുക. അത് ചൂടായി വരുമ്പം അതിനകത്തേക്ക് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുക. പിന്നെ ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ലേശം ഉപ്പും കൂടെ ചേർക്കാൻ മറക്കല്ലേ. അതിനുശേഷം ഇത് ചെറുതായിട്ടൊക്കെ വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ലേശം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ക്യാപ്സിക്കം ചേർക്കാം. ഇവിടെ റെഡും യെല്ലോയും ക്യാപ്സിക്കമാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് അതിൻ്റെ ഒരു പച്ചപ്പൊക്കെ മാറിക്കഴിയുമ്പോൾ ലേശം കോണും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കാം. ഉപ്പ് തികഞ്ഞിട്ടില്ലെങ്കിൽ ലേശം കൂടെ ഉപ്പ് ചേർത്ത് ഇളക്കുക. അങ്ങനെ ഈ സംഭവത്തിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് വേറെ ഐറ്റം ഉണ്ടാക്കലാണ്. അപ്പോൾ അതിന് വേണ്ടത് അവോക്കാഡോ ആണ്. അപ്പോൾ അവോക്കാഡോയുടെ ഉള്ളിലത്തെ കാമ്പെടുത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കുക. പിന്നെ മറ്റൊരു ബൗളെടുത്ത് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവോള, തക്കാളി, പിന്നെ കുറച്ച് മല്ലിയില ഇതൊക്കെ കൂടെ ചേർക്കുക. ലേശം ഉപ്പും കൂടെ അതിനകത്തേക്ക് ചേർക്കുക. ഇനി ഇതിനകത്തേക്ക് അവോക്കാഡോയുടെ പേസ്റ്റും കൂടെ ചേർത്ത് ലേശം വെളുത്തുള്ളി നീരും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ മയോണൈസിന് പകരമാണ് ഇവിടെ അവോക്കാഡോ യൂസ് ചെയ്യുന്നത്. ഇതിനകത്തേക്ക് ഒരു നാരങ്ങ നീരിൻ്റെ ഒരു ഇച്ചിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കനകത്തേക്ക് ലേശം ചീസ് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനിയിപ്പോൾ നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പാൻ ചൂടാക്കിയിട്ട് ബട്ടർ തേച്ച് അതിനകത്തേക്ക് ബ്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വീറ്റിൻ്റെ ബ്രെഡാണ് കേട്ടോ. അതിനുശേഷം ഈ ബ്രെഡിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കുറച്ച് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മേലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ്റെ സംഭവം കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മേലേക്ക് ലെറ്റൂസ് ലീഫും കൂടെ വെച്ച് അടുത്തൊരു ബ്രെഡും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡിയാണ്. എന്നിട്ട് അതൊന്ന് ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ അവോക്കാഡോ സാൻഡ്വിച്ച് റെഡിയാണ്. അപ്പോൾ ഇതുവരെ പരീക്ഷിച്ച് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. പരിപാടി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അച്ചോട്ടൻ തന്നെ ആദ്യമായിട്ട് ടേസ്റ്റ് നോക്കി. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അതിനുശേഷം ഞാനും കഴിച്ചു നോക്കി. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഒന്ന് സപ്പോർട്ടാക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം. അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.